സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. തിരുപ്പൂരും വിശാഖപട്ടണത്തും ഹൈദരാബാദും അഹമ്മദാബാദും വിനയനാണ് ബന്ധങ്ങളുള്ളത്. 1 or 2 തവണ പോയി എന്നല്ലാതെ എനിക്ക് പോലും എത്തുപിടിയും കിട്ടിയിട്ടില്ല ഇതുവരെ. അതൊക്കെ അറിയാം. അതിനെന്തെങ്കിലും പ്രതിവിധി കാണാൻ ഞങ്ങളും നോക്കുന്നുണ്ട്. ശരി. ഒന്ന് 2 പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാനും പറഞ്ഞത്. അലക്സി ഉണ്ടായിരുന്നെങ്കിൽ അവനായിട്ട് എല്ലാം സോൾവ് ചെയ്തേനെ. എന്താ പറയുന്നേ? അലക്സി അത്യാവശ്യ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാ പോയെന്ന് ഇക്കയ്ക്കും അറിയാവുന്നതല്ലേ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഭാവിയിൽ ഇതേപോലെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ഥാപനം വലിയ ബാധ്യതയാവും. ഇപ്പോഴാണെങ്കിൽ നല്ല വിലയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ആളുണ്ട്. നാളെ അവരും ഉണ്ടാവണമെന്നില്ല. ഇവിടെ വെക്ക്. രാജേഷ് റെസിപ്റ്റിംഗ് എടുക്ക്. ഇത് ഗണേഷ് സ്റ്റോറിലെ ബില്ല. ഇത് സ്വാമീസ് എന്റർപ്രൈസസിന്റെ. ചന്തു താഴെ ലോൺ ഇറക്കുക, ഞാനും കൂടെ ചെല്ലട്ടെ. പോവാം. ഇപ്പൊ ഇവരാണ് ഇവിടുത്തെ സ്റ്റോക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതെ, തൽക്കാലം ലാഭം കുറച്ച് കുറഞ്ഞാലും ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റിന്റെ സഹായം തേടാന്ന് കരുതിയിരിക്കുക. ഒരാഴ്ചക്കുള്ളിൽ സ്റ്റോക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ശരി ശരി, നിങ്ങൾക്ക് അങ്ങനെ മതിയെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സൂക്ഷിക്കണം, ബിസിനസ് ആണേ. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. ഇർഷാദൊക്കെ വിഷമിക്കണ്ട. ഇപ്പൊ സാവകാശം തന്നതുകൊണ്ട് ഇക്കയ്ക്ക് നഷ്ടമൊന്നും വരില്ല. കണക്ക് തീർത്ത് ഞങ്ങൾ കടം വീട്ടിക്കോളാം. ശരി ശരി, ആയിക്കോട്ടെ. എന്തായാലും ഞാൻ വിളിച്ചോളാം. ശരി. അൺലോഡിങ്ങിന് ആളെ വിളിച്ചൂടെ? നിങ്ങൾ എന്തിനാ എടുക്കുന്നത്? അത് ഒഴിവാക്കാനാ ഞങ്ങള് 2 or 3 തവണ ആയാലും വേണ്ടില്ല ചെറിയ കാരിയർ വിളിച്ചത്. എന്നാ ബാക്കി ഇവിടെ ഇറക്കട്ടെ. പോ. എന്തായി അലക്സി? നീ പറഞ്ഞ പോലെ തന്നെയായി കാര്യങ്ങള്. നിന്റെ രോഹിണി ഇപ്പോ വിനയന്റെ ടെക്സ്റ്റൈൽസിലെ ലക്ഷണം മൊത്തം നല്ല മുതലാളിയായി വിലസുകയാണ്. മനസ്സിലായി കാര്യങ്ങൾ. നമ്മുടെ കാശ് കൊണ്ട് ഇതിനേക്കാൾ വലിയ വിലസിയതല്ലേ വിനയൻ? എന്നിട്ട് എന്തായി? ഇത് അതുപോലല്ല. സ്റ്റോക്ക് തീരുന്നത് ലോക്കൽ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഇറക്കുന്നു, സെറ്റ് ചെയ്യുന്നു. അതാണ് ട്രിക്ക്. നീയൊന്ന് വന്ന് കാണേണ്ട കാഴ്ചയാണ്. അവളൊന്നും നമ്മൾ കരുതിയ പോലെ അത്ര പാവങ്ങളൊന്നും അല്ല അലക്സി. നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞു അവള്. ഇങ്ങനെ പോയാൽ ഇനി നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിക്കൂക്ക, സൂക്ഷിച്ചേ വിടൂ ഞാൻ. ഇക്ക നോക്കിക്കോ, ഞാൻ കരുതിയെടുത്ത് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്ക് ഞാൻ ആ കട തന്നെ. ഇൻഷുറൻസ് പോലും കൈ കിട്ടാതെ ആ കുടുംബം തെണ്ടും. ഇക്ക നോക്കിക്കോ, ഇനി അലക്സിയുടെ മൂവ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.